Hello my dear children, a warm welcome to English time. How are you all? Doing well? I hope you all are safe at home. Okay? Good. Let's start my dears. How is your English learning? Good. I know you all are very good children. My dear children, do you remember the previous class? Did you do the homework? Okay, good. അപ്പോൾ നിങ്ങൾ എല്ലാവരും homework ചെയ്തോ? Okay. Do you remember the story learned in the last class? എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ആ കൊച്ചു പെൺകുട്ടിയുടെ തീപ്പെട്ടികളെല്ലാം ഓവുചാലിൽ നശിച്ചുപോയി അല്ലേ? അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കേൾക്കും. എന്തിനാ? കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അല്ലേ? എന്തായിരുന്നു? ഇപ്പോൾ നമ്മുടെ ഹാപ്പി പ്രിൻസ് ബ്ലൈൻഡ് ആണല്ലേ? കണ്ണ് രണ്ടും കാണുന്നില്ല. എന്തായിരുന്നു? നമ്മുടെ ആ കൊച്ചു പെൺകുട്ടിക്ക് ഹാപ്പി പ്രിൻസ് തൻ്റെ മറ്റു കണ്ണുകൂടി കൊടുത്തല്ലേ? അതല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? എല്ലാവർക്കും ഓർമ്മയില്ലേ? ഓക്കെ, നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത് ദ സിറ്റി സൈഡ്സ്, നഗര കാഴ്ചകൾ. നമ്മൾ ഈ സ്റ്റോറി നമുക്ക് വായിച്ചാലോ? ദ സിറ്റി സൈഡ്സ് വായിച്ചു നോക്കാം. ലുക്ക് ഹിയർ. The city sights. Dear little swallow, said the prince, fly over my city and tell me what you see there. The swallow flew over the great city and said the rich making merry while the beggars were sitting at the gates. He flew into dark lanes and saw the white faces of starving children. Then he flew back and told the prince what he had seen. I am covered with fine gold, said the prince. You must take it off leaf by leaf and give it to my poor people. They always think that gold can make them happy. Leaf after leaf of the fine gold the swallow picked off till the happy prince looked quite dull and grey. He took it to the poor, and the children's faces grew rosier and they laughed and played games in the street. We have bread now, they cried. ഓക്കെ, നമുക്കിനി കഥയിലോട്ട് കടന്നാലോ? റെഡി അല്ലേ? തുടങ്ങാം. Dear little swallow, said the prince, fly over my city and tell me what you see there. എന്താണ്? നമ്മുടെ പ്രിൻസ് സ്വാലോയോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? നീ സിറ്റിക്ക് മുകളിലൂടെ പറക്കണം, എന്നിട്ട് അവിടെ എന്തൊക്കെ കാഴ്ചകളാണെന്ന് പ്രിൻസിനോട് പറയണം. കാരണം എന്താ? നമ്മുടെ പ്രിൻസ് ബ്ലൈൻഡ് ആണ്, രണ്ട് കണ്ണുകളും ഇല്ല അല്ലേ? അതുകൊണ്ട് സ്വാലോയോട് പ്രിൻസ് പറയുകയാണ്. നെക്സ്റ്റ്, ദ സ്വാലോ ഫ്ലൂ ഓവർ ദ ഗ്രേറ്റ് സിറ്റി ആൻഡ് സേ ദ റിച്ച് മേക്കിംഗ് മെരി വൈൽ ദ ബഗേഴ്സ് വർ സിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്സ്. എന്താണ്? സ്വാലോയോട് പ്രിൻസ് പറഞ്ഞപ്പോൾ സ്വാലോ ഈ മഹാനഗരത്തിന് മുകളിലൂടെ പറന്നു. അവൻ എന്തൊക്കെയാ കണ്ടതെന്ന് അവൻ പ്രിൻസിനോട് പറയണ്ടേ? അപ്പോൾ എന്തൊക്കെയാ അവൻ കണ്ടത്? യാചകർ ഗേറ്റിന് മുന്നിൽ യാചിക്കുന്നു, അതുപോലെ സമ്പന്നർ ഉല്ലസിക്കുന്നു, അതൊക്കെ കണ്ടു. ഹി ഫ്ലൂ ഇൻ ടു ഡാർക്ക് ലെയിൻസ് ആൻഡ് സേ ദ വൈറ്റ് ഫേസസ് ഓഫ് സ്റ്റാർവിംഗ് ചിൽഡ്രൻ. എന്താണ്? നമ്മുടെ സ്വാലോ ഇരുണ്ട പാതകളിലൂടെയെല്ലാം അവൻ പറന്നു നടന്നു. പട്ടിണിയിൽ കഴിയുന്ന കുട്ടികളുടെ മുഖങ്ങളെല്ലാം സ്വാലോ കണ്ടു. ദെൻ ഹി ഫ്ലൂ ബാക്ക് ആൻഡ് ടോൾഡ് ദ പ്രിൻസ് വാട്ട് ഹി ഹാഡ് സീൻ. പിന്നെ ഇതിന് ശേഷം, ഈ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മുടെ സ്വാലോ പറന്നു ചെന്ന് പ്രിൻസിനോട് കണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ്. എന്തൊക്കെയാ നമ്മുടെ സ്വാലോ കണ്ടത്? അതെ, എന്താണ്? യാചകർ ഗേറ്റിന് മുന്നിലിരുന്ന് യാചിക്കുന്നു, അതുപോലെ സമ്പന്നർ ഉല്ലസിക്കുന്നു, അതുപോലെ ഇരുണ്ട പാതകളിലൂടെയെല്ലാം നമ്മുടെ സ്വാലോ സഞ്ചരിച്ചു. എന്നിട്ട് പട്ടിണിയിൽ കിടക്കുന്ന കുട്ടികളുടെ മുഖങ്ങളെല്ലാം നമ്മുടെ സ്വാലോ കണ്ടു. ഇതെല്ലാം പ്രിൻസിനോട് നമ്മുടെ സ്വാലോ പറഞ്ഞു. ഓക്കെ ചിൽഡ്രൻ, ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ടീച്ചർ പറയുന്നത്? അതെ. അപ്പോൾ പ്രിൻസിനോട് സ്വാലോ കണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞപ്പോൾ നമ്മുടെ പ്രിൻസ് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഐ ആം കവേർഡ് വിത്ത് ഫൈൻ ഗോൾഡ്, സെഡ് ദ പ്രിൻസ്. എന്താണ്? ഞാൻ സ്വർണത്തിൽ പൊതിഞ്ഞിരിക്കുകയാണ്. പ്രിൻസിൻ്റെ സ്റ്റാച്യു സ്വർണത്തിൽ പൊതിഞ്ഞിരിക്കുകയാണ് എന്ന് നമ്മുടെ പ്രിൻസ് സ്വാലോയോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിൻസ് സ്വാലോയോട് പറയുകയാണ്, യു മസ്റ്റ് ടേക്ക് ഇറ്റ് ഓഫ് leaf by leaf and give into my poor peoples. എന്താണ്?
ഓരോ ഇലകളായി ഇതിലുള്ള ഗോൾഡിനെ നീ എടുക്കണം. ശേഷം എൻ്റെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊണ്ട് കൊടുക്കണം എന്ന് നമ്മുടെ പ്രിൻസ് സ്വാലോയോട് പറയുകയാണ്. ഈ പട്ടിണി പാവങ്ങളെയെല്ലാം കണ്ടപ്പോൾ നമ്മുടെ പ്രിൻസിന് സങ്കടമായി അല്ലേ? എന്നിട്ട് കിളിയോട് പറയുകയാണ്, എന്താണ്, ഞാൻ സ്വർണത്തിൽ പൊതിഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിലുള്ള സ്വർണങ്ങൾ ഓരോ ഇലകളായി നീ പാവങ്ങൾക്ക് പോയി കൊടുക്കണം. ഓക്കെ? ദേ ഓൾവേസ് തിങ്ക് ദാറ്റ് ഗോൾഡ് ക്യാൻ മേക്ക് ദം ഹാപ്പി. എന്താണ് അവർ ചിന്തിക്കുന്നത്? സ്വർണത്തിന് എപ്പോഴും അവരെ സന്തോഷപ്പെടുത്താൻ കഴിയുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ? നെക്സ്റ്റ്, leaf after leaf of the fine gold the swallow picked off till the happy prince looked quite dull and grey. എന്താണ്? ശേഷം സ്വർണ്ണ ഇലകൾ ഓരോന്നായി സ്വാലോ എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഹാപ്പി പ്രിൻസ് ആകെ എന്താണ്, മങ്ങിയ പോലെ ആയി. എന്താണ്, സ്വർണത്തിൽ പൊതിഞ്ഞ ഹാപ്പി പ്രിൻസ് അല്ലായിരുന്നോ? അതിൻ്റെ സ്വർണ്ണ ഇലകൾ ഓരോന്നായി നമ്മുടെ സ്വാലോ എടുത്തു കൊണ്ടുപോയപ്പോൾ പ്രിൻസിൻ്റെ ഭംഗിയൊക്കെ പോയി, ആകെ ഡള്ളായി അല്ലേ? ഓക്കെ, നെക്സ്റ്റ്, he took it to the poor and the children's faces grew rosier and they laughed and played games in the street. എന്താണ് ഇവിടെ എന്താ പറയുന്നത്? അതെ, എല്ലാ പാവങ്ങളായ കുട്ടികൾക്കും നമ്മുടെ സ്വർണ്ണയിലകൾ ഓരോന്നായി നൽകിയപ്പോൾ അവരുടെ മുഖമെല്ലാം സന്തോഷം കൊണ്ട് തുടുത്തു. അവർ തെരുവ് വീഥികളിൽ ചിരിച്ചു കളിച്ച് നടന്നു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, അവർ തെരുവ് വീഥികളിൽ ചിരിച്ചു കളിച്ച് നടന്നപ്പോൾ അവർ ഉറക്കെ വിളിച്ച് പറഞ്ഞു, എന്താണ്, വി ഹാവ് ബ്രെഡ് നൗ, ദേ ക്രൈഡ്. എന്താണ്, തെരുവ് വീഥികളിൽ അവർ ഉറക്കെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ ആഹാരമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഡു യു അണ്ടർസ്റ്റാൻഡ്? ഈ സിറ്റി സൈറ്റ്സ് എന്ന് പറഞ്ഞ പോർഷനിൽ എന്താ പറയുന്നത്? നിങ്ങൾക്ക് സ്റ്റോറി മനസ്സിലായില്ലേ? എന്താണ്, നമ്മുടെ ബ്ലൈൻഡായ നമ്മുടെ പ്രിൻസ് നമ്മുടെ സ്വാലോയോട് പറയുകയാണ്, എന്താണ്, നഗരത്തിൽ ചുറ്റിലൂടെ പറന്ന് അവിടെ കണ്ട കാഴ്ചകളെ കുറിച്ച് പറയാൻ പറയുകയാണ്. ശേഷം നമ്മുടെ സ്വാലോ മഹാനഗരത്തിന് ചുറ്റിലൂടെ പറന്ന് അവിടെ കണ്ട കാഴ്ചകളെല്ലാം നമ്മുടെ പ്രിൻസിനോട് പറയുകയാണ്. എന്തൊക്കെ കാഴ്ചകളാണ് നമ്മുടെ സ്വാലോ കണ്ടത്? അതെ, എന്താണ്, ഗേറ്റിന് മുന്നിൽ യാചകർ യാചിക്കുന്നു, അതുപോലെ സമ്പന്നർ ഉല്ലസിക്കുന്നു, പാവങ്ങളായ കുട്ടികളെല്ലാം പട്ടിണി കിടക്കുന്നു അല്ലേ? ഇതൊക്കെ കണ്ട സ്വാലോ പ്രിൻസിനോട് കണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഇത് കേട്ട പ്രിൻസ് തന്നെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം ഓരോ ഇലകളായി സ്വാലോയോട് പാവപ്പെട്ട കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കാൻ പറയുകയാണ് അല്ലേ? അങ്ങനെ നമ്മുടെ സ്വാലോ ഈ സ്വർണങ്ങളെല്ലാം പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുത്തു. അങ്ങനെ നമ്മുടെ പ്രിൻസ് ആകെ ഭംഗിയില്ലാതെ ആയി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം, പാവപ്പെട്ട കുട്ടികളെല്ലാം വളരെ സന്തോഷത്തോടെ തെരുവ് വീഥികളിൽ അവർ ഉറക്കെ വിളിച്ച് പറഞ്ഞു, എന്താ, ഞങ്ങൾക്കിപ്പോൾ ആഹാരമുണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ സിറ്റി സൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പോർഷനിൽ പറയുന്നത്. ഇനി നമുക്ക് ഇതിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയാലോ? ഓക്കെ, ലുക്ക് ഹിയർ. Question: Did the gold given by the prince make the people in the city happy? എന്താണ്, രാജകുമാരൻ കൊടുത്ത സ്വർണം നഗരത്തിലെ ആളുകളെ സന്തോഷിപ്പിച്ചോ? ആൻസർ നോക്കാം. യെസ്, ദ ഗോൾഡ് ഗിവൺ ബൈ ദ പ്രിൻസ് മേഡ് ദ പീപ്പിൾ ഹാപ്പി. രാജകുമാരൻ കൊടുത്ത സ്വർണം അവിടുത്തെ ആളുകളെ സന്തോഷിപ്പിച്ചു. Their children face grew rosier and they laughed and played games in the street. അവരുടെ കുട്ടികൾ സന്തോഷം കൊണ്ട് ചുവന്നു തുടുത്തു. അവർ തെരുവിൽ കളിക്കാനിറങ്ങി. We have bread now, they cried. നമുക്കിപ്പോൾ ആവശ്യത്തിന് ആഹാരമുണ്ട്, അവർ ഉറക്കെ വിളിച്ച് പറഞ്ഞു. ഓക്കെ, നമുക്കിനി അടുത്ത ഭാഗം നോക്കാം. എന്താണ് ദ സാക്രിഫൈസ്? വാട്ട് യു മീൻ ബൈ സാക്രിഫൈസ്? എന്താണ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ? എന്താ, ത്യാഗം അല്ലേ? നമുക്കിനി ഈ ഭാഗം ഒന്ന് വായിച്ചാലോ? ഓക്കെ, ലുക്ക് ഹിയർ. The sacrifice. Then the snow come. The poor little swallow grew colder and colder, but he would not leave the prince. He loved him too well. He tried to keep himself warm by flapping his wings. But at last he knew that he was going to die. He had just strength to fly up to the prince's shoulder once more. "Goodbye, dear prince," he murmured. "I am glad that you are going to Egypt at last, little swallow," said the prince. "It is not to Egypt that I am going.
said the swallow. He fell down dead at his feet. At that moment, a curious crack sounded inside the statue, as if something had broken. The leaden heart had snapped right into. തുടങ്ങാം. അങ്ങനെ then the snow come, അങ്ങനെ മഞ്ഞുകാലം വന്നു. The poor little swallow grew colder and colder. എന്താണ്? പാവം നമ്മുടെ ലിറ്റിൽ സ്വാലോ തണുത്തുറച്ചു. എന്താണ്? തണുപ്പ് കൂടി കൂടി വന്നു അല്ലേ? ബട്ട് ഹി വുഡ് നോട്ട് ലീവ് ദ പ്രിൻസ്. എന്നിട്ടും അവൻ പ്രിൻസിനെ വിട്ടു പോയില്ല. ഹി ലവ്ഡ് ഹിം ടു വെൽ. അവൻ പ്രിൻസിനോട് വളരെയധികം സ്നേഹത്തിലാണ്. എന്താണ്? നമ്മുടെ പ്രിൻസിൻ്റെ 2 കണ്ണുകളും പോയി അല്ലേ? അതുകൊണ്ട് നമ്മുടെ പ്രിൻസ് ബ്ലൈൻഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ സ്വാലോ പ്രിൻസിനെ വിട്ടു പോവാൻ തയ്യാറായില്ല. ഹി ടയേർഡ് ടു കീപ് ഹിംസെൽഫ് വാം ബൈ ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. എന്താണ് ഫ്ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ? എന്താ? വാട്ട് യു മീൻ ബൈ ഫ്ലാപ്പിംഗ്? അതെ, ചിറകടിച്ച് പറക്കുക അല്ലേ? സഹിക്കാനാവാത്ത ആ തണുപ്പിൽ ചൂട് കൂടുന്നതിനായി, കുറച്ച് ചൂടിനായി അവൻ ചിറകടിച്ച് പറന്നു അല്ലേ? ബട്ട് അറ്റ് ലാസ്റ്റ് ന്യൂ ദാറ്റ് ഹി വാസ് ഗോയിങ് ടു ഡൈ. എന്താണ്? അവസാനം അവനക്ക് മനസ്സിലായി എൻ്റെ പോക്ക് മരണത്തിലേക്കാണെന്ന്. He had just strength to fly up to the prince's shoulder once more. Goodbye dear prince, he murmured. എന്താണ്? അവസാനമായി ഒരിക്കൽ കൂടി അവൻ പ്രിൻസിൻ്റെ തോളിലേക്ക് പറന്നു ചെന്നു. എന്നിട്ട് നമ്മുടെ പ്രിൻസിനോട് അവൻ പറഞ്ഞു, ഗുഡ് ബൈ ഡിയർ പ്രിൻസ്. അത് കേട്ടപ്പോൾ നമ്മുടെ പ്രിൻസ് പറയുകയാണ്, എന്താണ്? ഐ ആം ഗ്ലേഡ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഈജിപ്ത് അറ്റ് ലാസ്റ്റ് ലിറ്റിൽ സോളോ സെഡ് ദ പ്രിൻസ്. എന്താണ്? പ്രിൻസ് പറയുകയാണ്, നീ ഈജിപ്തിലേക്ക് പോകുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് ടു ഈജിപ്ത് ദാറ്റ് ഐ ആം ഗോയിങ്. എന്താണ്? സ്വാലോ പറഞ്ഞു, ഞാൻ ഈജിപ്തിലേക്കല്ല പോകുന്നതെന്നും പറഞ്ഞ് നമ്മുടെ പ്രിൻസിൻ്റെ കാലിൽ വീണു നമ്മുടെ സ്വാലോ ചത്തുപോയി അല്ലേ? അറ്റ് ദാറ്റ് മൊമെൻറ്റ് എ ക്യൂരിയസ് ക്രാക്ക് സൗണ്ടഡ് ഇൻസൈഡ് ദ സ്റ്റാച്യു. എന്താണ്? ആ സമയത്ത് ആ പ്രതിമയുടെ ഉള്ളിൽ നിന്നും ഒരു വിചിത്രമായ വിള്ളൽ ശബ്ദം വന്നു. എന്താണ് ആ ശബ്ദം? ആസ് ഇഫ് സംതിങ് ഹാഡ് ബ്രോക്കൺ. എന്തോ തകർന്ന പോലെ ഒരു ശബ്ദമായിരുന്നു അത്. ദ ലെഡൻ ഹേർട്ട് ഹാർട്ട് സ്നേപ്ഡ് റൈറ്റ് ഇൻ ടു പ്രിൻസ്. അങ്ങനെ നമ്മുടെ പ്രിൻസിൻ്റെ ലെഡ് കൊണ്ടുണ്ടാക്കിയ ഹൃദയം 2ആയി പിളർന്നു പോയി. വാട്ട് യു മീൻ ബൈ ലെഡ്? എന്താണ് ലെഡ് എന്ന് പറഞ്ഞാൽ? ഇയോ ആണ് ലെഡ്. ഓക്കെ. Question. What happened to the prince? What sound was there? എന്താണ് രാജകുമാരൻ അവിടെ സംഭവിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. At the very same moment, the swallow fell down and dead. A curious crack sound inside the statue, as if something had broken. എപ്പോഴാണോ നമ്മുടെ കൊച്ചുകുരുവി താഴെ വീണു മരിച്ചത്, അതേ സമയം തന്നെ രാജകുമാരൻ്റെ പ്രതിമയിൽ നിന്നും ഒരു വലിയ ശബ്ദം വന്നു. എന്തോ പൊട്ടി തകർന്നതുപോലെ. ദ ലെഡൻ ഹാർട്ട് ഹെഡ് സ്നാപ്ഡ് റൈറ്റ് ഇൻ ടു. ഈയം കൊണ്ടുള്ള രാജകുമാരൻ്റെ ഹൃദയം 2ആയി പിളർന്നിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഹാപ്പി പ്രിൻസിലെ അവസാനത്തെ ഭാഗം നോക്കിയാലോ? ദ ട്രാജിക് എൻഡ്. നമുക്കിതൊന്ന് വായിച്ചാലോ? ഓക്കെ. The tragic end. Early the next morning, the mayor was walking in the square below in company with the town councillors. As they passed the column, he looked up the statue. "Dear me, how shabby the happy prince look," he said. "And here's actually a dead bird at his feet," continued the mayor. "As he is no longer beautiful, he is no longer useful. It is time we pulled down this statue." So they pulled down the statue of the happy prince. ഇവിടെ എന്താണ് പറയുന്നതെന്ന് നോക്കാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. Early the next morning, the mayor was walking in the square below in company with the town councillors. എന്താണ്? പിറ്റേ ദിവസം അതിരാവിലെ സിറ്റിയിലെ മേയറും മറ്റ് കൗൺസിലർമാരുമായി അതുവഴി നടന്നു വരികയായിരുന്നു. നമ്മുടെ ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യൂയുടെ മുമ്പിലൂടെ നടന്നു പോവുകയായിരുന്നു. ആസ് ദേ പാസ്ഡ് ദ കോളം ഹി ലുക്ക്ഡ് അറ്റ് ദ സ്റ്റാച്യു. അവർ അതുവഴി നടക്കുമ്പോൾ ആ തൂണിനടുത്തെത്തിയപ്പോൾ അവർ അതിന് മുകളിലേക്ക് നോക്കി, നമ്മുടെ സ്റ്റാച്യൂവിൻ്റെ മുകളിലേക്ക് നോക്കി. "ഡിയർ മീ, ഹൗ ഷാബി ദ ഹാപ്പി പ്രിൻസ് ലുക്ക്," ഹി സേഡ്.
എന്താണ്, എന്ത് വൃത്തികേടാണ് ഈ ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യു, മേയർ പറഞ്ഞു. ആൻഡ് ഹിയർ ഈസ് ആക്ച്വലി എ ഡെഡ് ബേർഡ് അറ്റ് ഹിസ് ഫീറ്റ്. അത് മാത്രവുമല്ല, ഒരു പക്ഷിയും ഇതിന് താഴെ ചത്തു കിടക്കുന്നുണ്ട്. അവർ ആ സ്വാലോയെയും അവിടെ കണ്ടു അല്ലേ? ഓക്കെ. പിന്നെ ആ മേയർ പറഞ്ഞു, ആസ് ഹീ ഈസ് നോ ലോങ്ങർ ബ്യൂട്ടിഫുൾ ഹീ ഈസ് നോ ലോങ്ങർ യൂസ്ഫുൾ. എന്താണ്, ഈ ഹാപ്പി പ്രിൻസിനെ കാണാൻ ഇപ്പോൾ ഒരു ഭംഗിയുമില്ല, ഇതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല എന്ന് നമ്മുടെ മങ്ങിയ ഹാപ്പി പ്രിൻസിനെ കണ്ടപ്പോൾ മേയർ പറയുകയാണ്. ഇറ്റ് ഈസ് ടൈം വി പുള്ളിഡ് ഡൗൺ ദിസ് സ്റ്റാച്യു. എന്താണ്, ഇതിനെ ഇവിടെ നിന്ന് മാറ്റേണ്ട സമയം ആയിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. സോ ദേ പുൾഡ് ഡൗൺ ദ സ്റ്റാച്യു ഓഫ് ദ ഹാപ്പി പ്രിൻസ്. അങ്ങനെ അവർ ആ പ്രതിമയെ അവിടുന്ന് നീക്കം ചെയ്തു. ഓക്കെ ഡിയർ, മനസ്സിലായോ? ഇത്രയും ഭാഗമാണ് ട്രാജിക് എൻഡ് എന്ന ഭാഗത്തിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഭാഗത്തിൽ എന്താ പറയുന്നത്? അതിരാവിലെ മേയറും മറ്റു കൗൺസിലർമാരും എല്ലാവരും കൂടെ നഗരത്തിലൂടെ നടക്കുകയായിരുന്നു. അങ്ങനെ അവർ തൂണിൻ്റെ അടുത്തെത്തിയപ്പോൾ അവർ പ്രതിമയെ കണ്ടു അല്ലേ? പ്രതിമയെ കണ്ടപ്പോൾ ആകെ മനോഹരമായൊരു പ്രതിമയായിരുന്നു അല്ലേ അത്? പ്രതിമ ആകെ ഭംഗിയില്ലാതെ ആയിരിക്കുന്നു അല്ലേ? അതിൻ്റെ കൂടെ തന്നെ ഒരു ചത്ത കിളിയെയും അവർ അവിടെ കണ്ടു. അത് കണ്ടപ്പോൾ മേയർ പറഞ്ഞു, എന്താ ഇത് ഇപ്പോൾ ഇവിടെ ഇനി ആവശ്യമില്ല, ഇതിനെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല, അതുകൊണ്ട് ഇത് ഇവിടുന്ന് നീക്കം ചെയ്യണം. അങ്ങനെ അവർ ആ പ്രതിമയെ അവിടുന്ന് നീക്കം ചെയ്തു. ഇതാണ് ട്രാജിക് എൻഡ് എന്ന പോർഷനിൽ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ച 3 പാഠഭാഗത്തിലെ ഏതൊക്കെയാ? ദ സിറ്റി സൈഡ്, ദ സാക്രിഫൈസ്, അതുപോലെ ദ ട്രാജിക് എൻഡ് എന്ന 3 പാഠഭാഗത്തിലെ ന്യൂ വേർഡ്സ് ഒന്ന് നോക്കിയാലോ? ഓക്കെ, നമുക്കിനി ഹാർഡ് വേർഡ്സ് നോക്കാം. സ്റ്റാവിങ്, ഫ്ലാപ്പിംഗ്, മർമേർഡ്, ക്യൂരിയസ്, ലെഡൻ ഹേർട്ട്, സ്നാപ്പഡ്, ഷാബി. ഫസ്റ്റ് വൺ, സ്റ്റാവിങ്. സ്റ്റാവിങ് എന്ന് പറഞ്ഞാൽ ടു സഫർ ഓർ ഡൈ ഓർ കോസ് ടു സഫർ ഓർ ഡൈ ഫ്രം ലാക്ക് ഓഫ് ഫുഡ്. ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്നതും കഷ്ടപ്പാടുകൊണ്ട് മരിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാവിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫ്ലാപ്പിംഗ്. ടു മൂവ് അപ്പ് ആൻഡ് ഡൗൺ ഓർ ഫ്രം സൈഡ് ടു സൈഡ്. വീശുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുക. നെക്സ്റ്റ്, മർമേർഡ്. സേ സംതിങ് ഇൻ എ ലോ ആൻഡ് ക്വയറ്റ് വോയിസ്. വളരെ പതുക്കെ സംസാരിക്കുക അല്ലെങ്കിൽ പിറുപിറുക്കുക. നെക്സ്റ്റ്, ക്യൂരിയസ്. അൺയൂഷ്വൽ ഓർ സ്ട്രേഞ്ച്, വിചിത്രമായ. നെക്സ്റ്റ്, ലെഡൻ ഹേർട്ട്. ഹേർട്ട് മേഡപ്പ് ഓഫ് ലെഡ്. ഈയം കൊണ്ടുണ്ടാക്കിയ ഹൃദയത്തെയാണ് നമ്മൾ ലെഡൻ ഹേർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്നാപ്പഡ്. ബ്രോക്ക് സഡൻലി വിത്ത് ഷാർപ്പ് നോയ്സ്. എന്താണ്, വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിത്തകരുക. നെക്സ്റ്റ്, ഷാബി. അൺടൈഡി ഓർ ഇൻ ബാഡ് കണ്ടീഷൻ, വൃത്തിഹീനമായ അല്ലെങ്കിൽ ഭംഗിയില്ലാത്ത. അങ്ങനെ ഹാപ്പി പ്രിൻസ് എന്ന പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ? എല്ലാവർക്കും നമ്മുടെ ഹാപ്പി പ്രിൻസിൻ്റെ കഥ മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ടീച്ചർ നിങ്ങൾക്ക് ഇതിലൊരു ഹോംവർക്ക് തന്നാലോ? ഓക്കെ, Homework. Imagine you are the reporter of a local daily of the city. Prepare a news report on the pulling down of the statue of the Happy Prince. എന്താണ്, നിങ്ങൾ നഗരത്തിലെ ഒരു ദിനപത്രത്തിൻ്റെ റിപ്പോർട്ടറാണെന്ന് സങ്കല്പിക്കുക. നമ്മുടെ ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമ താഴെ ഇറക്കിയതിനെ പറ്റി ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക. ഓക്കെ, അടുത്ത ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും ഹോംവർക്ക് ചെയ്യില്ലേ? ഓക്കെ, വി വിൽ മീറ്റ് നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ്. ടേക്ക് കെയർ, ബൈ ബൈ.